പ്രിയമുള്ളവരെ, ക്രിസ്മസിന്റെ ഓർമ്മ, പുൽക്കൂടിന്റെ ഓർമ്മ ഒരിക്കൽ കൂടി നമ്മെ തേടിയെത്തുകയാണ്. വിശുദ്ധ ചാവറ പിതാവ് തന്റെ ആത്മാംശമുള്ള കൃതി ആത്മാനുതാപം അതിലിങ്ങനെ കുറിച്ചു: ഉന്നതനാം ദൈവം കന്യമറിയത്തിൽ വന്നു പിറന്നതും കാണാകണം. അമ്മാനുവേൽ എന്ന നാമാർത്ഥം പോൽ ദൈവം നമ്മോട് ചേർന്നതും കാണാകണം. പുഞ്ചിരി കാട്ടി സ്നേഹാഗ്നി ജ്വലിപ്പിക്കുന്ന പൊൻചുണ്ട് കൺകൾക്ക് കാണാകണം. വാസ്തവത്തിൽ ക്രിസ്മസ് ഈ പുഞ്ചിരി കാട്ടുന്ന യേശുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. കന്യാമറിയത്തിൽ നിന്ന് പിറന്ന പൈതലായ യേശുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ നമ്മോടായിരിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന യേശുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ക്രിസ്മസ്. ഉന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. മനുഷ്യന്റെ സമാധാനം, ആ സമാധാനമായിരിക്കുന്നതാണ് ദൈവത്തിന്റെ മഹത്വം. മാലാഖമാര് അന്ന് പാടിയത് അതാണ്. നമ്മുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പ ആദ്യമായി എഴുതിയ തന്റെ അപ്പസ്തോലിക പ്രബോധനം ദിലേക്സി തേ, ഞാൻ നിന്നെ സ്നേഹിച്ചു, അതിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. 120ാമത്തെ ആർട്ടിക്കിളിൽ അദ്ദേഹം പറയുന്നു, എ ചർച്ച് ദാറ്റ് സെറ്റ്സ് നോ ലിമിറ്റ്സ് ടു ലവ്, ദാറ്റ് നോസ് നോ എനിമീസ് ടു ഫൈറ്റ്, ബട്ട് ഓൺലി മെൻ ആൻഡ് വിമൻ ടു ലവ്. സഭ ഇന്ന് ലോകത്തിനായിരിക്കേണ്ടത് ഇതാണ്: അതിരുകളില്ലാത്ത, പരിധികളില്ലാത്ത സ്നേഹം കൈമുതലായുള്ള ഒരു സഭ, പടപൊരുതുവാൻ ശത്രുക്കളില്ലാത്ത ഒരു സഭ. എന്ന് പറഞ്ഞാല് ശത്രുക്കള് അല്ലെങ്കിൽ ശത്രുതാ മനോഭാവമുള്ള ആളുകളില്ലെന്നല്ല പറയുന്നത്. നമുക്കാരും ശത്രുക്കളില്ല. നമ്മുടെ ശത്രുക്കൾ പോലും മിത്രങ്ങളാണ്. യേശുവിന്റെ സന്ദേശം അതാണ്. അങ്ങനെ പടപൊരുതുവാൻ ശത്രുക്കളില്ലാത്ത ഒരു സഭ, സ്നേഹിക്കാൻ മാത്രമുള്ള മനുഷ്യരുള്ള ഒരു സഭ, അതാണ് യേശു നമുക്ക് നൽകിയ സന്ദേശവും. അത് സാർത്ഥകമാക്കുക, അതാണ് പിതാവ് നമ്മോട് ഊന്നിപ്പറയുന്നത് ഇന്ന് സഭ ചെയ്യേണ്ടത്. അപ്പോൾ ക്രിസ്തുമസ് എന്ന് പറയുന്നത് മനുഷ്യന് സമാധാനവും ശാന്തിയും നൽകുക. നമ്മുടെ അപ്പസ്തോലൻ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ എന്താണ് രാജ്യം, യേശുവിന്റെ രാജ്യം എന്ന് പറയുന്നത്, യേശു ആഗ്രഹിച്ച രാജ്യം എന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള ആനന്ദവും. അപ്പൊ തീർച്ചയായും ഈ ക്രിസ്മസ് ദിനം ലോകത്തിന്, അല്ലെങ്കിൽ ലോകത്തിൽ ഈ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവും ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനൊരു കൊച്ചു പ്രതീക്ഷയോടെ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയോടുകൂടി, ഒരു കാവ്യ ചിന്തയോടുകൂടി ഈ ചിന്ത അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ആശിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നിരുപാധികമാം സ്നേഹം ബലമായി വരും ക്രമാൽ, നിരുപാധികമാം സ്നേഹം ബലമായി വരും ക്രമാൽ. ഇതാണ് അഴക്, ഇതേ സത്യം, ഇത് ശീലിപ്പത് ധർമ്മവും. നിരുപാധികമായ സ്നേഹമുള്ള ഒരു സഭയായിട്ട്, സമൂഹമായിട്ട് ലോകം വളരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. ക്രിസ്മസ് നമുക്ക് ശാന്തിയും സമാധാനവും തരട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ. താങ്ക് യു.